ഒരു ഈസി ഹൽവ കണ്ടാലോ? 2 ദിവസം മുൻപ് ലഞ്ചിന് ഉമ്മ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. അതിന് മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിലായിട്ട് ഫസ്റ്റ് ടൈം ഷെയർ ചെയ്യുന്നെന്ന് മാത്രം കേട്ടോ. ഇത് ചെറിയൊരു കഷ്ണം ചീനി എടുത്തിട്ടുള്ളൂ. അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പാല് മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ എടുക്കുക. കൊന്ത് കളയണം കേട്ടോ. പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ശർക്കര പാനിയാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് പാനിയായി വരട്ടെ. നമ്മൾ അപ്പോഴത്തേക്ക് ഒരു ഗ്ലാസ്സിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി വെക്കുന്നുണ്ട് കേട്ടോ. വേറൊരു പാൻ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് കാഷ്യൂവും കിസ്മിസും ഒക്കെ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. വറുത്ത് കോരി മാറ്റുന്നില്ല, നമ്മൾ ബാക്കി മിക്സ് ഇതിൽ തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അടുക്കളയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കലപില നടക്കുന്നുണ്ടായിരുന്നു. കാര്യം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. ഉമ്മ അതിന് മുമ്പ് തന്നെ എല്ലാം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ബഹളം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പണി ചെറുതായിട്ടൊന്ന് പാളിയെന്ന്. വേറൊന്നുമല്ല, നമ്മളെടുത്ത പാൻ ഭയങ്കരമായിട്ട് ചെറുതായി പോയായിരുന്നേ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാണ്. ഫസ്റ്റ് ശർക്കര പാനി ഒന്ന് അരിച്ചൊഴിച്ചു ആ മിക്സ് കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഹൽവ എന്ന് പറയുമ്പോഴേ കിണ്ടുക എന്നുള്ളതാണല്ലോ, നല്ല രീതിയിൽ ഇളക്കണം. ഇളക്കി ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവാവണം. അതുകൊണ്ട് തന്നെ ഞാനും ഉമ്മയും മാറി മാറി നിന്നിട്ടാണ് കേട്ടോ ഇത് ഇളക്കുന്നത്. അങ്ങനെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ കുറച്ച് നെയ്യും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കാര്യം നെയ്യാണല്ലോ ഹൽവയിൽ മെയിൻ കണ്ടൻറ്റ്. ചിലർ എണ്ണയൊക്കെ ഉപയോഗിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പം എണ്ണയും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ നെയ്യ് മാത്രമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇത് നെയ്യൊക്കെ ഇടുക. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇനി വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഏലക്കാപ്പൊടിയും ചുക്കിൻ്റെ പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഇത് എനിക്ക് കുറച്ചും കൂടെ കഴിക്കാൻ ഇഷ്ടം സെറ്റ് ചെയ്യാതെ നമ്മളിങ്ങനെ കോരി കഴിക്കാനാണ് കേട്ടോ എനിക്ക് കുറച്ചുകൂടെ പ്രിയം. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്കെന്തോ ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്നതാണ് കുറച്ചും കൂടി താല്പര്യം. ഇവിടെ എല്ലാവർക്കും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്തില്ല കേട്ടോ. എല്ലാവരും കൂടെ അതിന് മുമ്പ് തന്നെ കോരി കഴിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് കട്ട് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോയോ വീഡിയോയോ ഒന്നും തന്നെ എടുക്കാൻ പറ്റിയിരുന്നില്ലേ. ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരാറായി. ആക്രാന്തം മൂത്തിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എടുത്തു. നിങ്ങൾ കുറച്ചുകൂടെ ടൈം എടുത്ത് ഇളക്കി അതിൽ നിന്ന് പാത്രത്തിൽ നിന്നൊന്ന് വിട്ട് വരുമ്പോഴത്തേക്കൊക്കെ സെറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്തായാലും ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായും ഇഷ്ടപ്പെടുവേ. ഈ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം നല്ലൊരു ബഹളം കേട്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പം ഇതാണ് കേട്ടോ കാഴ്ച. കുരങ്ങന്മാരുടെ സംസ്ഥാന സമ്മേളനം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇവിടെ എപ്പോഴും ഇത് ഇങ്ങനെ സംഭവിക്കാറുണ്ട്, പക്ഷേ എനിക്കിത് കാണുമ്പോഴൊക്കെ അതിശയമാണ് കേട്ടോ. ഇവിടെ കുരങ്ങനും മയിലും പന്നിയും ഒക്കെ വരാറുണ്ട്. പക്ഷെ ഞാൻ ഏസിന് ഇത് കണ്ടിട്ട് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യം ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുവാണ് കേട്ടോ കുരങ്ങന്മാരൊക്കെ. എന്തായാലും അവർ കുറച്ച് നേരം ഇവിടെ കളിച്ചിട്ട് പോകാറുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.